മാമ അതായത് ഈ ഭൂതങ്ങള് പ്രേതങ്ങള് പിശാശ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഒരു പേടി തോന്നും. അതിനെ ശരിക്കും പേടിക്കേണ്ടതുണ്ടോ? എന്തിനാ നമ്മൾ പേടിക്കണത്? നമ്മൾ ആ ഒരു ഇതുപോലുള്ള എനർജീനേക്കാളും ഹയർ വൈബ്രേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് പേടിക്കേണ്ടത്. അവർ നമ്മളെയാണ് പേടിക്കേണ്ടത്. അപ്പം എന്തുകൊണ്ടാണ് ഈ നമ്മൾ അവരെ പേടിക്കേണ്ട വന്നത്? അല്ല ആ ചിന്ത ചെറുപ്പം തൊട്ട് കേട്ടു വളർന്നത് അതാണല്ലോ. അതിപ്പോ ഒരു കോർണർ നോക്കി പറഞ്ഞാലും നമ്മളൊന്ന് പേടിച്ചു. അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ കാലഘട്ടം, നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് പോവാം. പണ്ടുണ്ടാക്കിയ അന്നും ഇന്നും ഉണ്ടാക്കുന്ന സിനിമകൾ നമ്മളെ വളരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സിനിമകളിൽ എങ്ങനെയാണ് പ്രേതങ്ങൾ വന്ന് നമ്മൾ മനുഷ്യനെ അറ്റാക്ക് ചെയ്യണം അല്ലേ? നാടകങ്ങൾ, രക്തക്ഷരത്ത് അങ്ങനെയുള്ള നാടകങ്ങളിലൊക്കെ എങ്ങനെയാണ് മനുഷ്യനെ പേടിപ്പിക്കുന്നു, നമ്മൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നു പ്രേതങ്ങൾ. അതങ്ങനെയുള്ള സിനിമകളാണ് നമുക്ക് കാണുന്നത്. ചെറുപ്പം പോലെ മുത്തശ്ശികൾ പറഞ്ഞ കഥകൾ എന്താണ് ഇതേപോലെ നമ്മളെ പേടിപ്പിക്കുന്ന കഥകളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യുന്നു. ചെറുപ്പം പോലെ ഫീഡ് ചെയ്ത് പ്രേതം, യക്ഷി, ഭൂതം എന്നൊക്കെ പറഞ്ഞിട്ട് ഫീഡ് ചെയ്യുന്നു. ഇത്തരം ഭയങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. ആ ഭയമാണ് നമ്മുടെ പ്രശ്നം. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണതിൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങളുടെ ഭയമാണ്. നിങ്ങൾ ആ ഭയം റിലീസ് ചെയ്ത് കളയുക, കംപ്രസ് ചെയ്യല്ല, റിലീസ് ചെയ്ത് കളഞ്ഞ് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഹയർ ലെവലിൽ നിൽക്കുന്നൊരു സോളാണ്. ഈ പറയുന്ന പ്രേതം, ഭൂതം, പിശാച് എന്നൊക്കെ പ്രധാനമൊക്കെ നിങ്ങളെക്കാളും ഒരുപാട് താഴെ ലോ വൈബ്രേഷൻ നിൽക്കുന്ന ലെവലിൽ നിൽക്കുന്ന സോളുകളാണ്, ശക്തികളാണ്. നിങ്ങളാണ് ഹയർ, എന്നാൽ നമ്മളാണ് ഹയർ. ആ തോട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ആ തോട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ 50% പ്രശ്നങ്ങൾ തീരും. നിങ്ങൾ പിന്നെ ഒരാളുടെ പുറകെ നിങ്ങൾ പോകത്തില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുന്നില്ല, നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതാണ് റിയാലിറ്റി. ആ റിയാലിറ്റി നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നോ ഒന്നും